കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇപ്പൊ പോയിക്കോ, പക്ഷെ ഇതൊക്കെ ഞാൻ ചോദിക്കാതെ എനിക്ക് നീ തരുന്ന ദിവസങ്ങളൊന്നും വിദൂരല്ല. വാങ്ങിച്ചിരിക്കും ഞാൻ. പതിപോലെ പുറകിൽ നിന്നുള്ള അവന്റെ വെല്ലുവിളികൾ ഉയർന്നു. അതിനൊന്നും ചെവി കൊടുക്കാതെ തിങ്കൾ നടന്നു നീങ്ങുമ്പോൾ ഉള്ളൊന്ന് തുടിക്കുന്ന പെണ്ണ് അറിയുന്നുണ്ടായിരുന്നു. മരുന്നിന്റെ സെഡേഷനിലൊന്നും മയങ്ങിപ്പോയി ചാന്ദിനി. പിന്നെ എഴുന്നേൽക്കുമ്പോൾ പാതിരാത്രിയായിരുന്നു. ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ കഴിക്കാറില്ല ചാന്ദിനി. ഹോമിയോ ആണ് ഇഷ്ടം. അത് മധുരല്ലേ, പക്ഷേ നിവൃത്തിയില്ലാതെ പോയി. ബാത്റൂമിൽ പോയി വന്ന് കണ്ണുകൾ അടക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ഉള്ളിൽ തെളിഞ്ഞു വരുന്ന രണ്ട് മുഖങ്ങൾ. കറങ്ങിയ കണ്ണ് അമർത്തി തുടച്ച് പുറത്തേക്ക് ഇറങ്ങി ചാന്ദിനി. എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് കൂടിലാക്കി പാച്ചു ഉറങ്ങിക്കഴിഞ്ഞെന്ന് തോന്നുന്നു. ലൈറ്റിടാതെ തന്നെ വീട്ടിലെ നേരിയ പ്രകാശത്തിൽ ചാന്ദിനി പാർത്തിയുടെ മുറിയിലേക്ക് നടന്നു. വാതിലടക്കാറില്ല അവൻ. ഒരു വശത്തേക്ക് തലചരിച്ചു വെച്ച് ബെഡിൽ കമിഴ്ന്നയുടെ നല്ല ഉറക്കമാണ് പാർത്തി. ചാന്ദിനിയുടെ വിരലുകൾ അവന്റെ മുടികൾക്കിടയിലൂടെ പാഞ്ഞു. അവനൊന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞെടുക്കുമ്പോൾ ചെക്കൻ നല്ല ഉറക്കത്തിലാണെന്ന് ചാന്ദിനി ഉറപ്പിച്ചു. പാച്ചു, എനിക്കറിയില്ലടാ, എന്റെ മോനോട് എങ്ങനെ ഞാൻ എല്ലാം പറയുന്ന എനിക്കറിയില്ല. ചന്തുവിന്റെ കണ്ണുകളിൽ നിന്നിറ്റ് വീണൊരു തുള്ളി അവന്റെ കവളിൽ പതിക്കുമ്പോൾ പാർത്തിയുടെ കണ്ണുകളൊന്നും പിടഞ്ഞു. ചാന്ദിനി അവനെ വിട്ടെഴുന്നേറ്റ് മുറിയിലേക്ക് പോകുമ്പോൾ അവന്റെ കണ്ണ് രണ്ടും തുറന്നു. കാര്യങ്ങളെല്ലാം താൻ ചിന്തിക്കുന്നതിലും കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുകയാണെന്ന് തോന്നി പാർത്തിക്ക്. പക്ഷേ തിങ്കൾ പറഞ്ഞ പോലെ അമ്മയോട് ഇനിയൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ചന്തുവിന് പറയാൻ തോന്നുമ്പോൾ പറയട്ടെ. അവനൊന്ന് വിശ്വസിച്ച് കണ്ണുകൾ അടക്കുമ്പോൾ വന്ന് കിടന്നിട്ടും ഉറക്കം വരാതെ നീറുകയാണ് ചാന്ദിനിയുടെ ഉള്ളം. അനിരുദ്ധൻ, മേലെടുത്ത അനിരുദ്ധൻ, ചാന്ദിനിയുടെ മാത്രം അനിയേട്ടൻ, തന്റെ പാച്ചുവിന്റെ അച്ഛൻ. പാച്ചുവിനെ പോലെ അനിയേട്ടനൊന്നും അറിയില്ലെന്ന് ഉറപ്പാണ്. അറിവുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ആളുടെ പ്രതികരണം. പക്ഷെ താനെങ്ങനെയാണ് ഇരുവരോട് ഇത്രയും വലിയൊരു രഹസ്യം തുറന്നു പറയുന്നത്? കൊതിച്ചപ്പോൾ വരാതെ പ്രതീക്ഷിക്കാത്തൊരു നേരത്തെ എന്തിനാ അനിയേട്ട ഞങ്ങൾക്കടുത്തേക്ക് വന്നത്? എല്ലാ ഉള്ളിലൊതുക്കി എത്ര വർഷങ്ങളായിരിക്കുന്നു ഞാൻ എൻ്റെ മോനെയും പൊതിഞ്ഞു പിടിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. വിധി വീണ്ടും നമ്മളെ പരീക്ഷിക്കുകയാണ്. പക്ഷേ പാച്ചുവിൻ്റെ മുമ്പിൽ വീണ്ടും ഒരു പരീക്ഷണം നേടാൻ എനിക്ക് വയ്യ. ഇനി അനിയേട്ടനും മറ്റൊരു കുടുംബം ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നോട് കാണിച്ചതിൻ്റെ കറുത്ത് എന്താണ്? അതിലുപരി തന്നെ മറന്നിട്ടില്ല അനിയേട്ടൻ. ഒന്നും തന്നെ ചാന്ദിനിക്ക് വ്യക്തമാകുന്നില്ല. എന്നാൽ ഇനി അധികം നാളുകളൊന്നും തനിക്ക് ഈ സത്യങ്ങളൊന്നും അവരുടെ അടുത്തുനിന്ന് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ഇന്നും നേരിട്ടേ പറ്റൂ. മനസ്സിലൊന്നും തീരുമാനിച്ച് ചാന്ദിനി കണ്ണുകൾ മുറുക്കി അടച്ചു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും, കൂടെ ഉച്ചക്കായി വാഴക്കുടപ്പൻ തോരനും, പിന്നെ ഒരു ചമ്മന്തിയും താൻ ഉണ്ടാക്കിയിൽ നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുകൊടുത്തിരുന്നു തിങ്കൾ. ചോറ് പാർത്തി വെച്ചിട്ടുണ്ട്. ചാന്ദിനിയുടെ പനി ഇപ്പോൾ അങ്ങനെയില്ലെങ്കിലും മേൽവേദനയും തലവേദനയൊക്കെ ഉണ്ട്. വേദന എടുക്കുന്നിടത്ത് ഡോക്ടർ എഴുതിയ വേദനകൾ ഓയിൻമെന്റ് പുരട്ടി ഒന്ന് ഒഴിഞ്ഞു കൊടുത്തിരുന്നു പാർത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാണ് മരുന്ന് കഴിച്ച്. അതോടെ വേദനക്കൊക്കെ കുറവുണ്ട്. തിങ്കൾ താൻ വൈകുന്നേരം വരെ ആന്റി എന്ന് പറഞ്ഞാണ് ഓഫീസിൽ പോകാൻ റെഡിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോയത്. അവളങ്ങ് പോയതും പാർത്തി ഓടിപ്പോയി കുളിച്ച് ഒരു ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ജീൻസും എടുത്തിട്ട് ഒരുങ്ങി ചാന്ദിനിയുടെ അടുത്തേക്ക് ഓടി. ഇപ്പോൾ വലിയ കുഴപ്പമില്ല ചാന്ദിനിക്ക്. ബെഡിൽ അഡ്രസ്റ്റ് ചാരി ഫോൺ നോക്കി ഇരിപ്പാണ്. ചന്തു, അവന്റെ ഉള്ളിൽ തിരിഞ്ഞു നോക്കി ചാന്ദിനി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, കടയിൽ പോയി ഞാൻ ബൈക്ക് എടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് വരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് എന്നും പറഞ്ഞ് അവരങ്ങ് പോകാൻ നിൽക്കുമ്പോൾ ചിരിയോടെ തലയാട്ടി ചാന്ദിനി. ചെക്കൻ്റെ ധൃതി പിടിച്ചുള്ള പോക്കണ്ടാൽ അറിയാം തിങ്കളിനൊപ്പം പോകാനുള്ള ഓട്ടമാണെന്ന്. അവനൊരു ഫ്ലൈയിങ് കിസും പറത്തിവിട്ട് ഓടി കണ്ണിൽ നിന്ന് പറഞ്ഞു ചാന്ദിനിയുടെ മുഖത്തെ ചിരി മങ്ങി. ഉള്ളു പിന്നെയും പഴയ ഓർമ്മകളിൽ നീറി തുടങ്ങി. പാച്ച് ഓടി പുറത്തേക്ക് എത്തുമ്പോൾ തിങ്കൾ പോവാൻ റെഡിയായി ഇറങ്ങുന്നുണ്ട്. ബ്ലാക്ക് കളറിൽ സിൽവർ സ്ട്രിപ്സ് വരുന്ന മൾട്ടി കോട്ടൺ സാരിയാണ് പെണ്ണിന്റെ വേഷം. എന്ത് രസമുള്ള കാണാൻ! ഓ, ഇന്ന് ഞാൻ പൊളിക്കും. തുള്ളിച്ചാടിയവൻ പെട്ടെന്ന് ഷൂ എടുത്ത് കാലിലേക്ക് ഇട്ടു. തിങ്കൾ അവിടെ വീട്ടിൽ ഷീറ്റ് വലിച്ച് കെട്ടിയെടുത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന സ്കൂട്ടി ഇറക്കുന്നുണ്ട്. ആളിങ്ങോട്ട് നോക്കാത്തതുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്നവനെ കാണുന്നില്ല. ഗേറ്റിന് പുറത്തേക്ക് പോക്കറ്റ് റോഡിൽ സ്കൂട്ടി ഇറക്കി വെച്ചവൾ ഗേറ്റ് അടച്ച് പിന്നെ സ്കൂട്ടിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. പോവലടി തങ്കി! പാർത്തിയുടെ നീട്ടിയുള്ള വിളി. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിപ്പോയി. ഞാനുണ്ട്. അപ്പോഴേക്കും ചെക്കനവിടെ പിന്നിലേക്ക് കയറിയിരുന്നു കഴിഞ്ഞു. എവിടേക്ക് പാർത്തി? കളിക്കാത്ത ഇറങ്ങി. പെണ്ണവനെ തുറിച്ചു നോക്കുമ്പോൾ കരിമഷി എഴുതിയ കടുങ്കാപ്പി മിഴിയിൽ അവനങ്ങനെ കുടുങ്ങിക്കിടന്നു. നെറ്റിയിലെ കുഞ്ഞു കറുത്ത പൊട്ടും ചുണ്ടിലെ ഇളം റോസ് നിറവും. എന്റെ പൊന്നു, എന്നാ ഭംഗി! ഇറങ്ങാൻ അവന്റെ നോട്ടത്തിൽ പല്ലടിച്ചുള്ള അവളുടെ പറച്ചിൽ. അതിനൊപ്പം തന്നെ അവളവനിൽ നിന്ന് മുഖം തിരിച്ചു. ആ നോട്ടം നേരിടാൻ ഇച്ചിരി പ്രശ്നമുണ്ടോ? എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോടി പ്ലീസ്. ചെക്കൻ കൊഞ്ചുന്നുണ്ട്. എങ്ങോട്ട് കൊണ്ടുപോവാൻ? എന്റെ ബൈക്ക് ഇവിടെ ഇല്ല, കടയിൽ പോണ്ട എനിക്ക്. അപ്പൊ ആന്റിയോ? അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എന്റെ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ കടയിലൊന്ന് കയറി പെട്ടെന്ന് തിരിച്ചു വരും ഞാൻ. നീ ഇറങ്ങിയ പാർത്തി. പിന്നെയും പറയുന്നില്ല അവൾ. എന്ത് പാടിയത്? മീതുവിന്റെ വീട് വരെ ആക്കിയാൽ മതി, പിന്നെ ഞാൻ അവന്റെ കൂടെ പോയിക്കോളാം. അപേക്ഷിക്കുകയാണ് ചെക്കൻ. തിങ്കളൊന്ന് വിശ്വസിച്ചു. വേറെ നിവൃത്തിയിൽ ആ സ്കൂട്ടി എടുത്തും ചെക്കൻ്റെ കൈ രണ്ടവളെ തോളിൽ പിടിക്കുന്നതിനൊപ്പം
രണ്ടുപേരുടെയും തലയിലെ ഹെൽമെറ്റ് കൂട്ടിയിടിച്ചു. എന്തീ കാണിക്കുന്നേ? അലറും പോലെ പെണ്ണിന്റെ ചോദ്യം. വീഴാൻ പോയപ്പോ ഒന്ന് പിടിച്ചത്ര വലിയ തെറ്റാണോ? വണ്ടി പിടിച്ചിരുന്നാ മതി. പറയിൽ അവൾ സ്കൂട്ടി എടുക്കുമ്പോൾ ചുണ്ടുകൾക്കിടയിൽ വെച്ച് ചെക്കനെന്തോ പെരുവിറുത്തു. മുടി അഴിച്ചിട്ടിരിക്കുകയാണ് അവൾ. പാർത്തി അത് കയ്യിലെടുത്ത് വെറുതെ ഒന്ന് വിളർത്തി. എന്താ മണം? നീ ഏത് ഷാമ്പൂടി യൂസ് ചെയ്യുന്നേ? ചോദ്യം കേട്ടെങ്കിലും അവൾ മിണ്ടിയില്ല. ഓ ജാട, എന്റെ കയ്യിലുണ്ട് ഷാമ്പൂ ഒക്കെ. ചുണ്ടുകോട്ടിയൊന്ന് പെരുവിറുത്തവൻ ഇന്നലെ കണ്ടുപിടിച്ച മറുകൊന്ന് കാണാൻ അവളുടെ പിൻകഴുത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഹെൽമെറ്റും കൂടെ മുടിയും എവിടെ കാണാൻ? കഴുത്തിലുള്ള നേരത്തെ ഒരു സ്വർണ്ണമാല കാണുന്നുണ്ട്. അവളുടെ പണ്ടത്തെ മാലയാണത്, അച്ചമ്മ സൂക്ഷിച്ചു വെച്ചത്. ആ മറുക കാണാത്ത നിരാശയോടെ ചുഴിഞ്ഞു നോക്കി അന്നവന്റെ കണ്ണുകൾ പിന്നെ എത്തിയെന്ന് അവളുടെ അരക്കെട്ടിലാണ്. സാരിയിലെ ഉടുത്തിരിക്കുന്നു. പൂ പ്രതീക്ഷിച്ചെടുത്ത് പൂക്കാലം. അവന്റെ കണ്ണുകൾ അങ്ങോട്ട് മാത്രമായി ചുരുങ്ങും നേരം മിഥുന്റെ വീടിന് മുമ്പിൽ തിങ്കളുടെ സ്കൂട്ടി വന്നിന്ന് കഴിഞ്ഞു. അത്ര ദൂരമൊന്നുമില്ലല്ലോ. എത്തി, ഇറങ്ങി. പറയലും ആൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട് അവൻ. എന്നിട്ട് സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി. തിങ്കൾ സ്കൂട്ടി അപ്പോൾ തന്നെ തിരിച്ചു പോകാനെടുത്തെങ്കിലും നീങ്ങുന്നില്ല. എങ്ങനെ നീങ്ങും? അവൻ പിടിച്ചു വെച്ചിരിക്കില്ല ബാക്കില്. പാർത്തിയു! ദേഷ്യത്തോടെയുള്ള പെണ്ണിന്റെ വിളി. ചുണ്ടിൽ വിരൽ ഷൂ എന്നൊരു പറച്ചിലൂടെ മിഥുവിനെ നീട്ടിയൊരു വിളി. പക്ഷെ വാതിൽ കിടന്നിറങ്ങി വന്ന പ്രവീണയാണ്. മിഥു പോയല്ലോടാ. അവൻ എന്നെ കൂട്ടാ പോയോ? അരിതാത്ത കേട്ട പോലെ ചെക്കന്റെ പറച്ചിൽ കേട്ട് തിങ്കൾ തിരിഞ്ഞവനൊരു നോട്ടം നോക്കി. അവൻ പോയെന്ന്. അവിടെ ആ നോട്ടത്ത് നേരിട്ട് ഒട്ടും കള്ളത്തിനില്ലാത്തവന്റെ മുഖത്ത് കഷ്ടഭാവം. ചന്തുവിനെ എങ്ങനെയുണ്ടടാ ഇപ്പൊ ബെറ്ററാ. ഞാനേ ബൈക്ക് എടുക്കാന്ന് വെച്ച് കടയിലേക്ക് ഇറങ്ങിയാ. നീ വരുമെന്ന് മീതും പറഞ്ഞില്ലല്ലോ. ആ മറന്നുപോയി കാണുവാനി. സാറില്ല, ഞാൻ ഇവിടെ കൂടെ അങ്ങ് പോയിക്കോളാം. പറച്ചിലും തിരികെ കയറിയും കഴിഞ്ഞു. തിങ്കളൊന്നും മിണ്ടുന്നില്ല. പ്രവീണ നിൽക്കുകയല്ല അവിടെ. വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. പ്രവീണയോട് വെറുതെ ഒന്ന് തലയാട്ടിയവൾ സ്കൂട്ടി കൊണ്ട് നിർത്തിയത് ബസ് സ്റ്റോപ്പിലാണ്. ഓഹോ, എന്നാ ബസ്സിന് പറഞ്ഞുവിടാനുള്ള പരിപാടിയാണല്ലേ. എന്റെ പട്ടി പോകും ബസ്സിന്. വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാത്തവരെ തിങ്കൾ തിരിഞ്ഞു നോക്കി. ആള് നോട്ടം കണ്ട് എന്തെന്ന പോലെ അവനും. ഇറങ്ങി, ബസ് ഇട്ട് വിടുന്ന്. ബസ്സിന് പോകാൻ ഞാൻ കാശൊന്നും എടുത്തിട്ടില്ല. ഞാൻ തരാം. എന്ത് ദുഷ്ടയാടി നീ! എന്നെ ഒന്ന് എന്റെ കട വരെ കൊണ്ടുവന്നാക്കിയെന്ന് വെച്ച് നിന്റെ ജോലിയൊന്നും പോകില്ലല്ലോ. ഇഷ്ടം പോലെ സമയമില്ല നിനക്ക്. ഞാൻ നിന്നെ എന്റെ ബൈക്കിൽ കയറ്റിയിട്ടില്ലടി. ഇന്ന് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യടി. എണ്ണിപ്പെറുക്കി അവളുടെ ചെവി അടച്ചിട്ടും തിങ്കൾ അവൻ ഇറങ്ങിപ്പോകുമെന്ന് കരുതി കുറച്ചു നേരം കൂടി അവിടെ നിന്ന് നോക്കി. ആട്ടി ഇറക്കിയാൽ അവൻ ഇറങ്ങില്ലെന്ന് മനസ്സിലായതും അവൾ സ്കൂട്ടി എടുത്തു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തമ്മിൽ നല്ല മനപ്പൊരുത്തണ്ട് കേട്ടാ. പിറകിൽ നിന്ന് അവൻ പിന്നെയും തുടങ്ങി. തിങ്കളുടെ നെറ്റിയെന്ന് വിളിഞ്ഞു. ആ സാരിയുടെ കാര്യം ഞാൻ പറഞ്ഞേ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, സെയിം ടു സെയിം. കല്യാണം കഴിഞ്ഞ് പുതുമുടികൾ പോകുന്നവരുണ്ട് അല്ലേ? ചിരിയോടെ അവൻ പറയുമ്പോൾ തിങ്കൾ അവനെ റിയർ വ്യൂ മിററിലൂടെ നോക്കി. പല്ല് മൊത്തം കാണിച്ച് ഇരിച്ചിരിപ്പുണ്ടവൻ. നീ എന്താ പാർത്തി ഇങ്ങനെ? നിനക്കൊരു നാണമില്ലേ? ചേടാ, നിന്റെ അടുത്ത് സംസാരിക്കാൻ ഞാൻ എന്നാത്തിനടി നാണിക്കുന്നേ? നീയൊന്നും പറയുന്നില്ല. ഞാനും മിണ്ടാണ്ടിരുന്ന എങ്ങനെയാ? തലയും ചരിച്ച് അവിടെ മുന്നിലേക്ക് ഇച്ചിരി കയറിച്ചെന്ന് ചെക്കൻ പറയുന്നേരം തിങ്കൾ അവിടെ ക്ഷമയും കടിച്ചു പിടിച്ച് വണ്ടി ഓടിക്കുകയാണ്. ഓ, ഇനി ഞാൻ മിണ്ടുന്നില്ല പോരെ? ചെക്കൻ ചുണ്ട നോട്ടി നേരെയിരുന്നു. പിന്നെ കണ്ണുടക്കി നേരത്തെ അവൻ നോക്കി വെച്ച അവിടെ ഇടുപ്പിലേക്ക് തന്നെയാണ്. സാരി ഇച്ചിരി കൂടി തെന്നി മാറിയോ? ഇതിപ്പോ ലാഭമായല്ലോ. ഇനിയിപ്പോ മിണ്ടിയിലൊരു കുഴപ്പമില്ല. പാർത്തിയുടെ മുഖം തെളിഞ്ഞു. അവന്റെ മിണ്ടാട്ടം മുഴുവനായി നിന്നുകൊണ്ട് തിങ്കൾ പിന്നിലിരിക്കുന്ന റിയർ വ്യൂ മിററിലൂടെ അവനെ നോക്കി. ചെക്കനെ നോട്ടവൾ കണ്ടു. ഇതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കടുപ്പ് നിറഞ്ഞവളുടെ സ്വരം. പാർത്തി ഒന്ന് ഞെട്ടി. ചമ്മി എന്നുള്ള സത്യം. നിന്നെ നോക്കുന്നു മോഹിക്കുന്നു ഇതുവരെ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി തോന്നുകയില്ല. അതിന് നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. എന്നാൽ അവരുടെ ഡയലോഗ് അടിക്ക് ഒരു കുറവുമില്ല. തിങ്കളൊന്നും പറയാ സ്കൂട്ടിയുടെ സ്പീഡ് ഇത്തിരി കൂട്ടി. അതെ, റോഡൊക്കെ ഇത്തിരി മോശം, പതുക്കെ പോയാൽ മതി. വീട്ടിൽ നിന്ന് കടയിലേക്ക് തിരിച്ചിങ്ങോട്ടും പറക്കുന്നവനാണ് ഇപ്പോഴീ വർത്താനം പറയുന്നോർത്ത് തിങ്കൾ അവനെ നോക്കി. പാർത്തി അതിനെ വിളിച്ചു കാണിച്ചു. നീ ഇങ്ങനെ സ്പീഡിൽ പോകുന്നോണ്ടേ സ്കൂട്ടിയിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമുണ്ടോ? പറയുന്നതിനൊപ്പം തന്നെ കൈ ഉയർത്തിയിട്ടുണ്ടവൻ. എങ്ങാനും പിടിച്ചാൽ മോന്തക്കിട്ടൊന്നും തന്ന കുഴപ്പമുണ്ടോ? പെണ്ണിന്റെ മറുപടിയിൽ ഉയർത്തിയ കൈ മടിയിലേക്ക് വെച്ച് എന്തോ കുനിഷ്ടാവും പിറുവൃത്തെങ്കിലും തിങ്കൾ കേട്ടില്ല. അപ്പോഴേക്കും ടൗണിലെത്തിയിട്ടുണ്ട്. മിഥുൻ അവന്റെ കടയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. രണ്ടിന്റെ ആ വരവ് കണ്ട് അവന്റെ കണ്ണു കുറച്ച് തള്ളി. രാവിലെ അവൻ വിളിച്ചപ്പോൾ ഞാനിന്ന് വരുന്നില്ലടാന്ന് പറഞ്ഞവനാണ് ദയപ്പോ തിങ്കളുടെ പുറകെ കയറി വന്നിരിക്കുന്നത്. വേഗം എത്തിപ്പോയി പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങുമ്പോൾ നീ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ലടാ ഞാൻ വേഗം പോകുന്നേ. മിഥുൻ ചോദിക്കുന്നുണ്ട്. ആ, എനിക്ക് പെട്ടെന്ന് വരാൻ തോന്നി. പിന്നെ ഇവളുണ്ടല്ലോ ഉണ്ടാക്കാൻ. തന്നെ നോക്കി പേടിപ്പിക്കുന്നവളെ കണ്ണിറുക്കി നോക്കി അവൻ പറഞ്ഞു നിർത്തുമ്പോൾ മിഥുനെ നോക്കിയൊന്ന് തലയാട്ടി തിങ്കൾ വണ്ടിയെടുത്ത് പോയി. അവിടെ കയ്യും കാലും പിടിച്ച് ബാക്കിൽ കയറി വന്നാണല്ലേ. ആൾ പോകുന്ന നോക്കി വലിയ ആറ്റിറ്റ്യൂട്ട് നിൽക്കുന്നവനെ പൂച്ഛിച്ചു മിഥുൻ. ആണെങ്കിൽ നിനക്കെന്തോ? എന്റെ പെണ്ണിന്റെ കയ്യോ കാലോ തലയോ എന്ത് വേണമെങ്കിലും ഞാൻ എന്റെ ഇഷ്ടത്തിന് പിടിക്കും. നീ പോടാ. പാർത്തി അവനെ പുച്ഛത്തിൽ ഒടിച്ചു മടക്കുമ്പോൾ
അയ്യേ നീ എന്താ ഇങ്ങനെയെന്നും ഇത് ചോദിക്കുമ്പോഴാണ് ആർക്കു മുമ്പിൽ സുരേന്ദ്രന്റെ ജീപ്പ് വന്ന് നിന്നതും. സ്റ്റാഫിന്റെ പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടി കയറ്റി വെച്ച് ബാഗ് സ്കൂട്ടിക്കുള്ളിൽ നിന്ന് എടുത്ത് തോളിലേക്കിട്ട് സാരി ഒന്നുകൂടെ നേരെ പിടിച്ച് തിങ്കൾ ഓഫീസിനുള്ളിലേക്ക് കയറുമ്പോഴാണ് ജയരാജനും ശ്രീത്തും വരുന്നത്. അവളെ അങ്ങനെ അവരും കാണാറില്ല. എല്ലാ നിർദ്ദേശങ്ങളും മാനേജർ സന്തോഷ് വഴിയാണ് കിട്ടുക. കണ്ട സ്ഥിതിക്ക് ജയരാജൻ പറഞ്ഞ ഗുഡ് മോർണിംഗ് തിരിച്ചു കൊടുത്താണ് തിങ്കളും അകത്തേക്ക് കയറിയത്. കൂടെയുള്ള ശ്രീയത്തിനെ അവൾ നോക്കിയതുമില്ല. അതിന്റെ മുറുക്ക് അവന്റെ മുഖത്തുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കയ്യിൽ തങ്കം കളഞ്ഞ് കാക്കപ്പൂന് തേടിപ്പോയ താനൊരു മണ്ടം തന്നെയാ. സ്വന്തം ക്യാബിലേക്ക് വന്നിരുന്ന ജയരാജനെ പറഞ്ഞു കഴിയുമ്പോൾ ശ്രീയത്തിന്റെ മുഖം ചുളിഞ്ഞു. ഞാൻ നിങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞു. ഒരു 7 വർഷം പോലും ഇതുപോലെ സുന്ദരിപ്പിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് മനസ്സുണ്ടായില്ലേ? അയാൾ ഒന്നുകൂടെ കാര്യം വ്യക്തമാക്കുമ്പോൾ ശ്രീയത്തിന്റെ മുഖം കുനിഞ്ഞു. താരയൊന്ന് സുന്ദരിയൻ സർ, പിന്നെ ചെറുപ്പവും. വെറുതെ അവന്റെ പറച്ചിൽ. എടാ അങ്ങനെയാണെങ്കിൽ തന്റെ ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കുമ്പോൾ അത് മുന്നോട്ടുകൊണ്ടുപോകണമായിരുന്നു, അല്ലാതെ കല്യാണം കഴിച്ച വലിയ മണ്ടത്തരായില്ലേ? ജയരാജൻ ശരിയോടെ പറയുമ്പോൾ അത് ശരിയാണെന്ന് അവന് തോന്നി. പക്ഷെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താൻ അത് വിട്. ഞാനിപ്പോൾ ഈ വിഷയം എടുത്തിടാൻ കാരണം ഇനി താൻ നിങ്ങളുടെ കുറിച്ച് നടക്കേണ്ട. ഞാൻ അവളെ അങ്ങ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ജയരാജൻ ചിരിയോടെ പറയുമ്പോൾ ശ്രീത്ത് ഞെട്ടിയ പോലെ അയാളെ കണ്ണുവീഴ്ച നോക്കി. എന്താണോ ഇങ്ങനെ നോക്കുന്നത്? എനിക്കാരുമില്ല. അവൾക്ക് അങ്ങനെ പറയത്തക്ക ആരുമില്ലല്ലോ. ഒരു കൊല ചെയ്ത് ജയിലിൽ പോയി കിടന്നവളൊക്കെ കെട്ടാൻ ആര് വരാനാ? അപ്പൊ പിന്നീന്റെ സൗന്ദര്യം വെറുതെ അങ്ങ് നശിച്ചു പോകണ്ട. ഞാനൊരു ജീവിതം കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്രായം എനിക്ക് ഇച്ചിരി കൂടുതലാണെങ്കിലും എന്റെ കയ്യിലെ കാശിൽ അതൊക്കെ അങ്ങ് മുങ്ങിപ്പോക്കോളൂ, അല്ലേടോ? വല്ലാത്തൊരു ചിരിയോടെ തന്നെ അയാൾ അത്രയും പറഞ്ഞിർത്തുമ്പോഴും ശ്രീത്ത് ആ പകച്ചു നിൽപ്പാണ്. ഈ മുന്നിൽ നിന്ന് ചിരിക്കുന്ന പകൽമാനിന് മറ്റൊരു മുഖമുണ്ടെന്ന് ആര് മാത്രമേ അറിയൂ. ഇത്രയും നാളും കല്യാണം കഴിക്കാൻ നടന്ന ഇയാൾ മിസ്റ്റർ ബ്രഹ്മചാരിയൊന്നുമല്ല. പെണ്ണും പണവും തന്നെയാണ് അയാളുടെ വീക്ക്നെസ്. എത്ര പെണ്ണുകൾ സമ്മതത്തോടെയും സമ്മതമില്ലാതെ അയാൾക്കൊപ്പം 1-2 രാത്രികൾ കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ മറച്ചു വെക്കുന്നതിന് തനിക്ക് കൂലി കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് അയാൾ ഉപയോഗിച്ച് കഴിഞ്ഞ് മിച്ചം വരുന്ന പെണ്ണും. അതുകൊണ്ട് താൻ ഹാപ്പിയാണ്. പക്ഷേ തിങ്കൾ ആളോടുള്ള സ്നേഹം കൊണ്ടോ മോഹം കൊണ്ടാണോ ഇയാൾക്ക് പോലും വിട്ടുകൊടുക്കാൻ മനസ്സ് പൂർണ്ണമായി സമ്മതിക്കുന്നില്ല. അല്ല, താനെന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നു? അവളിതിന് സമ്മതിക്കണ്ടേ? സർ, തിങ്കൾ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നായിരിക്കും. അതൊക്കെ വെറുതെ ആണോ? എൻ്റെ പണത്തിൽ വീഴാതെ പെണ്ണുങ്ങളുണ്ടോ? എന്തായാലും പെട്ടെന്നൊന്നും വേണ്ട, കുറച്ചു ദിവസം കഴിയട്ടെ. പതിയെ കാര്യത്തിൻ്റെതായ രീതിയിൽ അവതരിപ്പിച്ച് അവൾ വീഴ്ത്താൻ എനിക്കറിയാടാ. അത് പറഞ്ഞ് കണ്ണി ചിമ്മിയാൾ മുന്നിൽ CCTV ഫുട്ടേജിലേക്ക് നോക്കി. തിങ്കളവിടെ വീണയിടുന്നത് സംസാരിക്കുകയാണ്. അതിലേക്ക് തന്നെ നോക്കിയാൾ ചുണ്ടൊന്ന് അനുസരിക്കുമ്പോൾ ശ്രീത്തൊന്നും പറയാതെ വാതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. വൈകുന്നേരം ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്ന മിഥുനെ കണ്ട് ചാന്ദിനി മുന്നിലെ ചാരുകസേരയിൽ നിന്ന് വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചു വെച്ച് നേരെയിരുന്നു. ചന്തുവാനി, എങ്ങനെയുണ്ട് ഇപ്പം? ചിരിയോടെ ചോദിച്ചുകൊണ്ടാൻ പോകുമ്പോഴത്തേക്ക് ചാന്ദിനിയുടെ അടുത്തേക്ക് കയറിയിരിക്കുമ്പോൾ തറയിൽ കിടക്കുന്ന മന്മു തലയെന്ന് നോക്കി അവൻ നോക്കി. പിന്നെ അങ്ങനെ തന്നെ കിടന്നു. കുഴപ്പമില്ലടാ, നേരത്തെ ഒരു ചിരിയോടെ ചാന്ദിനിയും പറഞ്ഞു. മരുന്നൊക്കെ മര്യാദ കഴിക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് മരുന്നിനോട് വിരക്തിയുള്ള ആളല്ലേ? കുസൃതിയോടെയുള്ള അവന്റെ ചോദ്യത്തിന് നീ പോടാ, ഞാൻ കഴിക്കുന്നൊക്കെയുണ്ട്. ചാന്ദിനി പരിഭവത്തോടെ ചുണ്ടെന്ന് കൂട്ടിയപ്പോൾ മിഥുൻ ചിരിച്ചതേയുള്ളൂ. പാർത്തി എന്തേ? അകത്തുണ്ടാ, നീ പോയി വിളിച്ചോ. അവനിങ്ങ് വരട്ടെ ഇങ്ങോട്ട്. എനിക്കൊന്നും വയ്യ ഇനി വിളിക്കാൻ. ഞാൻ പിന്നെ ആന്റിയോട് വേറൊരു കാര്യം പറയാൻ. അതും പറഞ്ഞ് അവനെ ചിന്തിക്കുമ്പോൾ ചാന്ദിനിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. നമ്മുടെ പോലീസുകാരനില്ലേ അനിരുദ്ധ സാർ, ആന്റിയുടെ നാട്ടുകാരൻ. അവനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ചാന്ദിനിയുടെ നെഞ്ചിടിച്ചു തുടങ്ങി. സാറിന് ഇനി വൈകാതെ നമ്മുടെയൊക്കെ ആൾക്കാരനായി വരും, പ്രത്യേകിച്ച് നിങ്ങളുടെ. ചിരിയോടെ ഇതും പറഞ്ഞു നിർത്തി പുരികം വെക്കുമ്പോൾ കേട്ടൊന്നും മനസ്സിലാവാൻ കണ്ണും വീഴ്ചയിരിപ്പുണ്ട് ചാന്ദിനി. ആന്റിയുടെ ഡാൻസ് സ്കൂളിനടുത്തൊരു വീടില്ലേ വലുത്, അത് അങ്ങനെ വാങ്ങാൻ പോകുന്ന സുരേന്ദ്രൻ അങ്കിൾ പറഞ്ഞ്. മിഥുൻ മനസ്സിലാവുന്ന തരത്തിൽ വ്യക്തമായി പറഞ്ഞു നിർത്തിയെന്നും ചാന്ദിനിയൊന്നും മിണ്ടിയില്ല. എങ്ങനെ മിണ്ടാൻ? ആകെ പകച്ചൊരവസ്ഥയിലായി പോയി അവൾ. പാർത്തിയോടും മിഥുനോടും ഇന്നലെ പാർട്ടിയെക്കുറിച്ച് അനിരുദ്ധൻ ചോദിച്ച കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ ഇന്ന് രാവിലെ അവരെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അതുപോലെ അനിരുദ്ധനെ കുറിച്ച് പാർട്ടിയും ചോദിച്ച് കുറച്ചൊക്കെ. പാലക്കാട് ചിറ്റൂരിലേതോ വലിയൊരു മേനോൻ കുടുംബത്തിലെ ആളാണെന്ന് മാത്രം അനിരുദ്ധനെ കുറിച്ച് സുരേന്ദ്രൻ അറിയുമായിരുന്നുള്ളൂ. അതയാൾ പറഞ്ഞു. കൂടെയുടെ കായലോരത്തെ വീട് അനിരുദ്ധൻ വാങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞു. ആദ്യം അത് താമസിക്കാൻ കാണിച്ചു കൊടുത്തപ്പോൾ വീട് വളരെ വലുതാണ്, പിന്നെ ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര ശല്യാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലായിരുന്നു അനിരുദ്ധന്റെ താമസം. എന്നിട്ട് ഇന്നലെയാണത്രേ ആ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് സുരേന്ദ്രനോട് പറഞ്ഞു. ഇന്ന് രാവിലെ വന്ന് ഒന്നുകൂടെ ആ വീടൊക്കെ കാണാതിരിക്കുമ്പോഴാണ് സാറിന് വെളുപ്പിന് തിരുവനന്തപുരത്തേക്ക് പോവേണ്ട ആവശ്യം വന്നത്. ഇനി പോയിട്ട് വരാൻ ഒരാഴ്ച എടുക്കും. വരുമ്പോൾ വീട്ടിൽ കൂടെ കയറിയിട്ടേ വരുള്ളൂ ആള്. അതിനു മുന്നേ ആ വീടിന്റെ കാര്യങ്ങളൊക്കെ സുരേന്ദ്രനോട് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സാർ തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ തന്നെയായിരിക്കും താമസം. നാട്ടുകാരനെ ഇനി ഡാൻസ് പഠിപ്പിക്കാൻ പോകുമ്പോൾ ഒന്നും കാണാതെ ചന്തു ആൻറ്റി. അപ്പോഴേ ഈ മുറിയും വേദനയൊക്കെ മരുന്നഴിച്ച് മാറ്റാൻ നോക്ക്. ചിരിയോടെ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ചാന്ദിനി കഷ്ടപ്പെട്ട് മുഖത്തൊരു ചിരി വരുത്തി. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ തോന്നുന്നു അവിടെ താമസിക്കാൻ. കല്യാണം ഇതുവരെ കഴിച്ചിട്ടില്ലെന്നാ സുരേന്ദ്രനങ്ങൾ പറഞ്ഞ്. സ്റ്റിൽ ബാച്ചിലർ. എന്നാലും ഇത്രയും കാലമായിട്ട് എന്താ അയാൾ കല്യാണം കഴിക്കാത്തത്? അത് ഈ പ്രായത്തിൽ തന്നെ കാണാൻ എന്നാ ലുക്ക്. അപ്പൊ ആയ കാലത്ത് എന്തായിരിക്കും? എന്നിട്ടും വിവാഹമൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ
എന്നാലും വല്ല പ്രേമം പൊളിഞ്ഞാവും. മീതു സംശയത്തോടെ സ്വയം ചോദിക്കുമ്പോൾ ചാന്ദിനി ശക്തിയായിട്ട് ഒന്നുകൂടെ ഞെട്ടി. കണ്ണുകൾ സ്വയം അറിയാതെ ഒന്ന് കലങ്ങി നിറഞ്ഞ് മീതിനു മുമ്പിൽ മറക്കാൻ ചന്തു പാടുപെട്ടു. അല്ല, ആന്റിയുടെ നാട്ടുകാരനല്ലേ സാറ്? പുള്ളിക്ക് നാട്ടിൽ പോലെ പ്രേമനൈരാശ്യങ്ങാനുള്ളതായിട്ട് അറിയോ? മീതു കുസൃതിയോട് തന്നെ ചോദിച്ച് നിർത്തിയില്ല. ഡാ, പാർട്ടിയുടെ വിളിയിൽ ഇരുവരും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അവൻ വാതിലോരെ നിൽക്കുന്നുണ്ട്. എല്ലാം കേട്ടിട്ടുണ്ട്, പക്ഷെ പുറത്ത് കാണിച്ചില്ല. മീതുവിനെയും കൂട്ടി ചന്തുവിനോട് ഞങ്ങൾ ഗ്രൗണ്ടിലുണ്ടാവുമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി. അവരങ്ങ് പോയതും നിറഞ്ഞുപോയ കണ്ണിൽ നിന്നൊരു തുള്ളി തുളുമ്പി ചാന്ദിനിയുടെ കവിളിലൂടെ തുറന്നു വെച്ച ബുക്കിൽ വീണുടഞ്ഞു. സംഭവം നമ്മൾ ഏകദേശം വിചാരിച്ച പോലെ തന്നെയാണ് തോന്നുന്നു. എല്ലാം കൈവിട്ട് പോയാലേ നീ നിന്റെ ഈ മസിലൂടെ ചിലപ്പോൾ വിടേണ്ടി വരും. പാർട്ടിയോട് അതേ കുസൃതിയോടെ മിതം പറയുമ്പോൾ അവന്റെ മുഖത്ത് ചിരിയൊന്നുമില്ലെങ്കിലും വലിയ ദേഷ്യവുമില്ല. എന്താണ് നിന്റെ മനസ്സിൽ? എന്റെ അമ്മയെ വിഷമിക്കുന്ന കാണാൻ എനിക്ക് വയ്യ, അതിന് ഞാൻ സമ്മതിക്കില്ല. പക്ഷെ എന്താണ് നടന്നത് മുഴുവനായിട്ട് എനിക്കറിയണം. ചിലപ്പോൾ അമ്മ തന്നെ സ്വയനോട് പറയും, അല്ലെങ്കിൽ ഈ വിഷയം ഞങ്ങൾക്കിടയിൽ കടന്നു ഒരു നിമിഷം ഞാൻ തന്നെ ചോദിച്ചറിയും. പാർട്ടി ഉറപ്പോടെ തന്നെ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ മിഥുനൊന്ന് മൂളി. അടുത്ത ഞായറാഴ്ച ചാന്ദിനി അടുക്കളയിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ച് കുഞ്ഞപ്പന് ഭക്ഷണം കൊടുത്ത ആളിലേക്ക് വരുമ്പോൾ പാർട്ടി അവിടെ കാണുന്നില്ല. പുറത്തവന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. മിക്കതും തിങ്കളോട് എന്തെങ്കിലും പറഞ്ഞ് ചൊറിയാൻ പോയി കാണും. ചാന്ദിനിയുടെ കയ്യിലെ നീരും വേദനയൊക്കെ പോയതുകൊണ്ട് ബാൻഡേജ് അഴിച്ചു മാറ്റിയിട്ട് 1-2 ദിവസമായി. കാലിലെ മുറിവ് ഉണങ്ങി, കയ്യിലെയും തലയിലെ സ്റ്റിച്ച് എടുത്തിട്ടില്ലെങ്കിലും ആ വലിയ തുണിക്കെട്ടൊക്കെ മാറ്റി. സ്റ്റിച്ച് എടുക്കാൻ ഈ ബുധനാഴ്ച എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചായിട്ടുള്ളൂ ചാന്ദിനി ഒന്ന് ശരിക്കും അടുക്കളയിലേക്ക് കയറിയത്. അതുവരെ പാർട്ടി തന്നെയാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ വീട്ടിലെ ചെയ്തത്. പിന്നെ തിങ്കളുണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റും കറികളും മിക്കതും അവൾ കൊണ്ടുവരും. തിങ്കളായതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ പാർട്ടി മറ്റാരുടെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും വാങ്ങിക്കുന്നവനല്ല. ചാന്ദിനി റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പാർട്ടി മന്മീനൊപ്പം പുറത്തു നിന്ന് ഓടി അകത്തേക്ക് കയറുന്നുണ്ട്. ചാന്ദിനിയെ കണ്ടപ്പോൾ ഒന്ന് കണ്ണിറുക്കി ചിരിക്കുകയും ചെയ്തു. തിങ്കളുടെ അടുത്ത് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും. അതെ, ഒപ്പിച്ചു. ഒരു ഫ്ലൈയിങ് കീസ് പറത്തി വിട്ട് ഓടി വന്നാണ് ചെക്കൻ. അവൻ ചിരിയോടെ തന്നെ മുറിയിലേക്ക് കയറി പോകുമ്പോൾ ചാന്ദിനി ഒരു നിശ്വാസത്തോടെ തന്നെ മുറിയിലേക്ക് കയറി. ഇത്ര ദിവസം ആയതുകൊണ്ട് തന്നെ പാർട്ടി ഇപ്പോൾ അനിരുദ്ധന്റെ കാര്യമൊക്കെ വിട്ട മട്ടാണ്. ആരും അതിനെക്കുറിച്ച് സംസാരിക്കാത്തതുകൊണ്ട് അവനത് മറന്നോ എന്നറിയില്ല. അല്ലെങ്കിലും അനിരുദ്ധനെ ഓർത്തു വെക്കാൻ അയാളുമായി നല്ല ഓർമ്മകളൊന്നും അല്ലല്ലോ അവനുള്ളത്. ആദ്യം അടി, പിന്നെ വഴക്ക്, പിന്നെ കുശുമ്പ്. ഇതൊക്കെ ഓർക്കുന്നതിനേക്കാളും ഭേദം അവൻ ഓർക്കാതിരിക്കുന്നതാണ്. പക്ഷെ ചാന്ദിനിക്ക് അങ്ങനെയാണോ? അവളുടെ പ്രാണൻ തന്നെയാണ് ആ മനുഷ്യൻ. ഇപ്പോഴും ആ ആളുമായിട്ടുള്ള ഓർമ്മകളിലല്ലേ അവളും ജീവിക്കുന്നത്. കൂടെ അവൻ തന്നെ ഓർക്കുന്നുണ്ട്, മറന്നിട്ടില്ല, ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് അറിയുമ്പോഴുള്ള അവളുടെ മാനസികാവസ്ഥ വിവരിക്കാൻ പറ്റാത്തതാണ്. ചാന്ദിനി മുറിയിലെ ടേബിളിലിരിക്കുന്ന ഫോൺ കയ്യിലെടുത്തു. വാട്സാപ്പിൽ ഒരു നമ്പറിൽ നിന്ന് വന്ന മെസ്സേജുകൾ. ചന്തു എന്നൊരു വിളി മാത്രം. പോലീസ് യൂണിഫോമിലെ DP ഒന്നുകൂടി എടുത്തു നോക്കി ചാന്ദിനി. നാളെ വരും. എല്ലാം നമുക്ക് അവസാനിപ്പിക്കണം. ഇനി ഒന്നിനു വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ തന്നെ വന്ന മെസ്സേജാണത്. എത്ര പ്രാവശ്യം വായിച്ചു വന്ന് ചാന്ദിനിക്ക് പോലും അറിയില്ല. കണ്ണീര് വന്ന് പിന്നെയും കാഴ്ചയെ മറക്കുമ്പോൾ ചാന്ദിനി ഫോൺ ബെഡിൽ വെച്ച് എഴുന്നേറ്റ് മുറിയിലെ അലമാര തുറന്നു. ഒരു കസേര എടുത്തിട്ട് അതിന്റെ മുകളിൽ കയറി കൈവച്ച് അലമാരയുടെ ഏറ്റവും മുകളിൽ കൈകൊണ്ട് പരതുമ്പോൾ തിരഞ്ഞത് കയ്യിൽ തടഞ്ഞു. മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം. പാർത്തിയുടെ കണ്ണുവെട്ടി ചൊളിപ്പിച്ചു വെച്ച പുസ്തകമാണ്. പാർത്തിയേക്കാൾ പ്രായമുണ്ട് ഇതിന്. അനിരുദ്ധൻ അവൾക്ക് സമ്മാനിച്ച പ്രണയകാലം. അലമാര അടച്ച് അതെടുത്ത് ബെഡിലേക്ക് വെച്ച് തുറന്നു. താളുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ആ ഫോട്ടോ എടുത്ത് ചാന്ദിനി നെഞ്ചോരം ചേർത്ത് വെച്ചു. തേങ്ങലുകൾ അടക്കാൻ പറ്റുന്നില്ല. പൊട്ടി വന്ന വിതുമ്പലുകൾ ചാന്ദിനി ചുണ്ടിൽ കടിച്ചു പിടിച്ചടക്കുമ്പോൾ പെട്ടെന്നായിരുന്നു ഒരു അലർച്ച. ചാന്ദിനി ഞെട്ടിപ്പടഞ്ഞ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അയ്യോ ആന്റി! അതെ, തിങ്കളിന്റെ വിളി. ഒരു നിമിഷം ബാക്കിയെല്ലാം മറന്ന് മോളെ എന്ന് വിളിച്ച് ചാന്ദിനി പുറത്തേക്ക് പായുമ്പോൾ ആ ബുക്കും ഫോട്ടോയും ഹാളിൽ എവിടെയോ വീണു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.